സഹോദരരെ, നിങ്ങളോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. മനുഷ്യനെന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത നിറഞ്ഞ ജീവിതത്തോടുകൂടിയാണ് ഇന്ന് ഈ ലോകത്തിൽ പരക്കം പായുന്ന മനുഷ്യൻ. ഒരു ലോകം മുഴുവൻ നേടിയാലും അവൻ ഈ പരക്കം പാച്ചിൽ നിൽക്കണമെങ്കിൽ അവൻ ഈ സമാധാനം എന്തെന്ന് കണ്ടെത്തുവാൻ അവന് കഴിയണം. അത് കർത്താവായ യേശു ക്രിസ്തു പറയാൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും അതിന്റെ മീതെ സമാധാനത്തോട് കിടന്നുറങ്ങണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. കടബാധ്യത ഇല്ലാതാകുന്നില്ല, മകളെ കെട്ടിക്കാൻ സാധ്യത ഇല്ലാതാകുന്നില്ല. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിനക്കൊരു ധൈര്യം പകർന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ നിനക്ക് അതിന്റെ മീതെ ചവിട്ടി നീക്കാൻ കഴിയും. നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. ഇന്ന് എത്ര വലിയ മണിമാളികൾ വന്നാലും ഒന്ന് സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നിറങ്ങുവാനോ സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കുവാനോ സാധിക്കാത്ത കുടുംബങ്ങളാണ് ഇന്നുള്ളത്. ഒന്ന് മക്കളെ കുറിച്ചുള്ള ആകുലത, മക്കളിന് വീട് വെക്കാൻ പറ്റുന്ന ആകുലത, ഇങ്ങനെ പല പല ആകുലതകളിൽ കഴിയുന്ന ജനം ഇന്ന് സമാധാനം കണ്ടെത്തുന്നത് മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കളിലൂടെയാണ്. എന്നാൽ അത് അല്പനിമിഷത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വീണ്ടും അതവനെ അസ്വസ്ഥപ്പെടുത്തും. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. അന്ന് എന്നേക്കും നിലനിൽക്കുന്ന സമാധാനം. ഹല്ലേലൂയ! ആ സമാധാനം നീ അനുഭവിക്കുവാൻ അത് സൗജന്യമായ ദൈവമായ കർത്താവ് നിനക്ക് തരുവാൻ നിന്നെ സ്നേഹത്തോടെ മാറി വിളിക്കുകയാണ്. വരിക, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. ഈ സമാധാനം സ്വന്തമാക്കുവാൻ ഒരു പൈസ പോലും വേണ്ട. ഇതെല്ലാം ദാനമാണ്. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. നീ ഇങ്ങനെ അസ്വസ്ഥമായ ജീവിതമായിട്ട് എത്ര നാളിങ്ങനെ നീ ഓടി നടക്കും? നീ എന്റെ അടുക്കലേക്ക് വരിക, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുക. നിങ്ങൾ ജീവിക്കുമെന്ന് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുമ്പോഴും മനുഷ്യൻ അതിലേക്ക് വളവെക്കാതെ പരക്കം പായുകയാണ്. കാരണം ഇതിനപ്പുറം പറയാൻ ഇനി വേറെ ദൈവമില്ല. ആ ദൈവത്തെ വിശ്വസിക്കാൻ തക്ക വിധം ഒരു മനുഷ്യനും ഇന്ന് തയ്യാറാകുന്നില്ല. ഏതൊരു വ്യക്തി കടന്നു വരുന്നു, അവന്റെ ജീവിതത്തിൽ അവൻ സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും അവൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, 33 വർഷങ്ങൾക്ക് മുമ്പ് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്റെ ജീവിതത്തെ താറുമാറാക്കിയവനാണ് ഞാൻ. എന്നാൽ ഒരു ദിവസം ഈ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ എന്റെ ദൈവം പേര് ചൊല്ലി വിളിച്ചു. പിന്നീട് ഇന്ന് വരെയും ഈ നിമിഷം വരെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കാരണം ദൈവം തരുന്നത് ഒരിക്കലും തിരിച്ചെടുക്കുകയില്ല. അത് അനുഭവിക്കുന്നത് അത് വ്യക്തിയായതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ മ്ലേച്ഛതകളെയും അവസാനിപ്പിക്കുവാൻ എനിക്ക് ദൈവമായ കർത്താവ് കഴിവ് തന്നു. കാരണം ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് കിട്ടിയപ്പോൾ മറ്റുള്ളതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതി. ഇത് അനുഭവിക്കുവാൻ, ഇത് സ്വന്തമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ വ്യക്തികളില്ല. കാരണം യഹൂദരെന്നോ യമനെന്നോ അടിമയെന്നോ സ്വതന്ത്രമെന്നില്ല. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരുമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഇവിടെ വിഭാഗീയതയില്ല, വേർതിരിവില്ല, താഴ്ന്നവനില്ല, ഉയർന്നവനില്ല. എല്ലാവരും ദൈവത്തിന് മുമ്പിൽ സമം. കാരണം ഒരിക്കൽ മരിക്കും. മരിച്ചാൽ അവൻ 6 അടി മണ്ണിലേക്ക് അവൻ അടക്കപ്പെടും. അത് എത്ര വലിയ സമ്പന്നനായാലും കൊള്ളാം, എത്ര വലിയ ദരിദ്രനായാലും കൊള്ളാം, അവന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ നീ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നിന്റെ പേര് ചൊല്ലിക്കാം. ഈ സമാധാനത്തോടുകൂടി നിന്റെ ജീവിതത്തെ ഒന്ന് ഊട്ടി വെക്കുക. നിന്റെ മക്കൾ സമാധാന സന്തോഷവും നിന്നിലൂടെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നീ ദൈവത്തിലേക്ക് കടന്നു വരിക. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമാധാനം നൽകും. അവിടെ നീ അത് ആനന്ദം കണ്ടെത്തും. അത് നിനക്ക് നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിന്റെ മക്കളെ സന്തോഷം അനുഭവിക്കും. അവർ വഴിതെറ്റിപ്പോവുകയില്ല. കാരണം ഇന്ന് വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ല. അപ്പനും അമ്മയും തമ്മിൽ എപ്പോഴും കലഹം, സമ്പത്തിന് വേണ്ടി സ്വത്തിനു വേണ്ടി കലഹങ്ങളടിച്ച് സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ കൊല ചെയ്യുന്ന കാലഘട്ടമാണിത്. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നത്, ഈ ഒന്നും ഇല്ലെങ്കിലും നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് കഴിയും. കാരണം നീ സമാധാനം എന്തെന്ന് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. അത് രോഗം തരുന്നത് പോലെ അല്ല. ആ സമാധാനം അനുഭവിക്കുവാൻ പ്രിയപ്പെട്ടവരായ ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ അടുപ്പിക്കുകയാണ്. കാരണം അവൻ കാൽവരി കുരിശിൽ മരിക്കുമ്പോഴും
ജനിക്കുമ്പോൾ ഇപ്രകാരം സകല ജനത്തിനുമുള്ള രക്ഷയുടെ സദ്വാർത്ത, സകല ജനത്തിനും ഇവിടെ വേർതിരിവില്ല, സകല ജനത്തിനുമുള്ള രക്ഷയുടെ സദ്വാർത്ത. ഈ സദ്വാർത്ത അനുഭവിക്കുവാൻ ദയമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെ ഇടയാക്കട്ടെ. ഈ സത്യം തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ സ്വതന്ത്രം അനുഭവിക്കുവാൻ ദയമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.